ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഈദ് സ്പെഷ്യൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെയാണ് കേട്ടോ ഇത് കുതിർത്ത് വെച്ചത്. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്ത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. നല്ല തരിയുള്ള പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 12 അച്ച് ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉരുക്കി വെക്കണം. പിന്നെ വേണ്ടത് 1.5 തേങ്ങ ചിരകിയതാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തേങ്ങയാണെങ്കിൽ 2 തേങ്ങ വരെ എടുക്കാം. അപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ച അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ശർക്കരപ്പാനി ചേർക്കുമ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അധികം തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചാക്കരി പുഴുങ്ങല്ലരി എന്നൊക്കെ പറയുന്ന അരി കൊണ്ടുണ്ടാക്കിയ പുട്ടുപൊടിയാണ്. അപ്പോൾ അത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയിട്ടുള്ള ശർക്കരപ്പാനയും കൂടെ ഒഴിച്ച് നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. കാരണം ഈ പുട്ടുപൊടി എന്തായാലും നന്നായി ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കാം. ഇനി അത് ഞാൻ നമ്മുടെ അരി ഒഴിച്ചു വെച്ച അതേ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒരു കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ ഏകദേശം ഒരു 25 അല്ലി ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് വേഗം അരഞ്ഞു കിട്ടും. അപ്പോൾ മുഴുവൻ ഉള്ളി ഇട്ട് കൊടുക്കാതെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനും അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഒതുക്കിയെടുക്കാം. കൂടുതൽ അരച്ചെടുക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ മാവിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയുടെ മിക്സും അരിയുടെ മിക്സും എല്ലാം കൂടെ നന്നായി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിലുള്ള സ്റ്റെപ്സ് നിങ്ങൾ അതേപടി തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല കിടിലൻ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാവിൻ്റെ കട്ടിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ പരുവം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മാവിൻ്റെ കറക്റ്റ് പരുവം. ഇത്രയും ലൂസിൽ തന്നെ നമുക്ക് കിട്ടണം. ഓവർ തിക്കാവാനും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഈ തിക്നെസ്സിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഓവർനൈറ്റ് മൂടി വെച്ച് പിറ്റേ ദിവസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് അടുത്ത ദിവസം നെയ്യപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യപ്പം പൊരിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ല ചൂടായതിനു ശേഷം ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, മാവ് കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മാവ് പൊന്തി വന്നിട്ടില്ലെങ്കിൽ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തളിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമ്മുടെ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ ഓയിലൊന്ന് തെളിച്ച് കൊടുക്കുക. അപ്പോൾ മുകൾ ഭാഗം പൊന്തിയിട്ടില്ലെങ്കിൽ നന്നായി ഒന്ന് പൊന്തി വരും. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് അടിഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ അടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്ത് അതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാ നെയ്യപ്പവും ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യപ്പമൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കിത്ര കൃത്യമായിട്ട് മാവ് പൊന്തി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും സ്റ്റെപ്സ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ നെയ്യപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഈദ് സ്പെഷ്യലാണ് കേട്ടോ. എല്ലാവരും ഈ ഈദിന് മസ്റ്റായി തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.